മണിപ്പൂരിൽ വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് 2023 മെയ് മാസത്തിലാണ്. നൂറുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. ആയിരക്കണക്കിന് മനുഷ്യർ ഭവനരഹിതരായി. പതിനായിരക്കണക്കിന് പേർ പലായനം ചെയ്തു. ഈ നൂറ്റാണ്ടിലെ ദുരന്തമായി കണക്കാക്കപ്പെടുന്ന ഈ കലാപത്തെ അമർച്ച ചെയ്യുവാൻ കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ നാളിതുവരെ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ തെളിവാണ് അടുക്കൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കലാപങ്ങൾ. മണിപ്പൂര് ശാന്തമാകാൻ പ്രധാനമന്ത്രി മണിപ്പൂര് സന്ദർശിക്കണമെന്നുള്ള ആവശ്യം എല്ലാ ഭാഗത്തു നിന്നുമുണ്ടായതാണ്. എന്നാൽ പ്രധാനമന്ത്രി ഈ ആവശ്യത്തിന് ചെവി കൊടുത്തില്ല. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 2.25 വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി മണിപ്പൂര് സന്ദർശിച്ചത്. പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശനം നടത്തിയെങ്കിലും അവിടെ ഒന്നും സംഭവിച്ചതായിട്ട് തോന്നുന്നില്ല. സമാധാനത്തിന് ആഹ്വാനം നൽകി എന്നുള്ളത് മറന്നല്ല ഇങ്ങനെ പറഞ്ഞത്. സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് മതപ്രസംഗം നടത്തിയതുകൊണ്ട് പ്രയോജനമില്ല എന്ന അർത്ഥത്തിലാണ്. മണിപ്പൂരിലെത്തിയ പ്രധാനമന്ത്രി ഒന്നോ രണ്ടോ ചെറിയ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് തൃപ്തിയടഞ്ഞു. മണിപ്പൂരിൽ പ്രധാനപ്പെട്ടത് വികസനമല്ല, സമാധാനമാണ്. അതിന് സഹായകമായ ഒരു നിർദ്ദേശവും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. പ്രധാനമന്ത്രി മണിപ്പൂരിലെ യഥാർത്ഥ വിഷയത്തെ അഭിസംബോധന ചെയ്തില്ല. വഴിപോക്കനെ പോലെ മണിപ്പൂര് സന്ദർശിച്ചതുകൊണ്ട് മണിപ്പൂര് ശാന്തമാകുന്നില്ല. അയൽ രാജ്യത്ത് കടന്നുകയറി ശത്രുക്കളെ സംഹരിക്കാൻ കരുത്ത് കാണിച്ച പ്രധാനമന്ത്രിക്ക് കലാപകാരികളെ നിലയ്ക്ക് നിർത്താൻ കഴിയില്ല എന്ന് നമുക്കാർക്കും കരുതാനാവില്ല. വേണ്ടത് അതിനുള്ള ഇച്ഛാശക്തിയാണ്. പാർട്ടിയെ പിണക്കാതിരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ രാജ്യത്ത് കലാപങ്ങൾ പെരുകുന്നതിന് ഇടയാക്കുമെന്ന് അധികാരസ്ഥാനത്തുള്ളവർ ഓർമ്മിക്കേണ്ടതുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർ വിധേയത്വം കാണിക്കേണ്ടത് പാർട്ടിയോടല്ല, പകരം ഭരണഘടനയോടും രാജ്യത്തെ നിയമവ്യവസ്ഥയോടുമാണ്. പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിയാണ് നമ്മുടേത് എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും അനുദിനം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ ആക്രമിച്ചതിന് ശേഷം ഇപ്പോൾ ബിലാസ്പൂരിലും ക്രൈസ്തവര് ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ സർക്കാർ സ്പോൺസേഡ് ആക്രമണങ്ങളാണ് എന്ന് നമുക്ക് പറയാനാവില്ല. അതേസമയം സർക്കാരുകൾ തീരുമാനിച്ചാൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഒഴിവാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിലും ആർക്കും തർക്കമില്ല. അതുകൊണ്ട് ഭരണാധികാരികൾ കാതും കണ്ണും തുറന്ന് അക്രമകാരികളെ നിലയ്ക്ക് നിർത്തുവാൻ ജാഗ്രതയോടെ വർത്തിക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം നഷ്ടപ്പെടാൻ പാടുള്ളതല്ല. മതസൗഹാർദ്ദവും മതങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വവും വളർത്തിയെടുക്കുവാൻ ഭരിക്കുന്നവർക്കാണ് സാധിക്കുക. പ്രധാനമന്ത്രിയുടെ ഭരണകാലത്ത് രാജ്യത്ത് അത് സാധിക്കണമെന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം.